ഹലോ ഗെയ്സ്, നമ്മൾ ഇതാണ് വളരെ മനോഹരമായ നമ്മുടെ നിലമ്പൂരുള്ള തേക്ക് മ്യൂസിയമാണ്. തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈ വൃന്ദാവനത്തിൻ്റെ സെൻട്രലായിട്ടാണ്. ഇതിൻ്റെ ചുറ്റും നടന്ന് കാണാൻ ഒരുപാട് പച്ചപ്പ് ഉള്ള സ്ഥലമാണ്. അവിടുത്തെ ക്ലൈമറ്റും അതിമനോഹരമാണ്. നല്ല ഇളം കാറ്റും ഒരു ചെറിയ കുളിര് പോരുന്ന ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ട്. ഇതിൽ കൂടെ നടന്ന് ഒരുപാട് കാണാനുണ്ട്. ഇതിൻ്റെ ചുറ്റും വളരെ മനോഹരമാണ്. കുട്ടികളും എല്ലായിട്ട് വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് നിറയെ കാണാനുണ്ട്. ഈ PhD എടുക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ഇതിനെ പറ്റിയൊക്കെ പഠനം നടത്തി പോകുന്നുണ്ട്. ഈ ഇവിടുത്തെ ഔഷധ സസ്യങ്ങൾ, ചെടികൾ, അതുപോലെ തന്നെ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഓരോ നമ്മൾ കാണാൻ പറ്റാത്ത, നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് വൃക്ഷങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരുപാട് ചെടികളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗാർഡനിൽ മനോഹരമായിട്ട് അതിനെ വെട്ടി ഒതുക്കി മിനുക്കി അതിനെ പരിപാലിച്ച് പോകുന്നുണ്ട്. നല്ല രീതിയിൽ ഇവിടെ ഇത് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഈ ആൾക്കാർ, മെയിൻ്റെനൻസിന് വേണ്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് തന്നെ കുട്ടികളായിട്ട് വെക്കേഷൻ ടൈമിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോകുന്നുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. അവിടെ ഒന്നാമത് തീർച്ചയായിട്ടും മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണെങ്കിലും പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഈ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ തടാകം പോലെ കെട്ടിയിട്ട് അതിൽ ഒരുപാട് വെള്ളത്തിൽ വളരുന്ന ഒരുപാട് സസ്യങ്ങൾ അതിനെ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മുളങ്കാടുകൾ, മനോഹരമായ മുളങ്കാടുകൾ. അതിന് നമ്മളാ പോകുന്ന സമയത്ത് നല്ല കാറ്റായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് മഴ പെയ്തു. പക്ഷേ മഴ പെയ്താൽ കയറി നിൽക്കാൻ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല മഴ കൊള്ളാതെ നിൽക്കാൻ. ഈ ബിൽഡിങ്ങുകൾ വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് പെട്ടെന്നൊരു മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വലിയ വൃക്ഷത്തിൻ്റെ തണൽ തീർച്ചയായിട്ടും നമുക്കത് ഒരു കുടയായി മാറുന്നുണ്ട്. കാരണം വെള്ളം താഴേക്ക് വരാത്ത രീതിയിൽ അത് പടർന്ന് പന്തലിച്ച് നമ്മൾ തലക്ക് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ നനയുന്നില്ല. ഇതൊക്കെ കണ്ട് ഒരുപാട് നടന്ന് കാണാനുണ്ട്. അതിൻ്റെ മാപ്പ് കൂടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നടക്കാം. അല്ലെങ്കിൽ ആരോ മാർക്ക് നമ്മൾ നടക്കുന്ന ഭാഗത്തുണ്ട്. പിന്നെ നമ്മൾ പോയത് തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ മിൽമ ബൂത്തിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അത് കാണാൻ വേണ്ടി. അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഇവിടുത്തെ ദൃശ്യങ്ങൾ. എത്രയോ കാലം 150, 160, 200 വർഷം പഴക്കമുള്ള വലിയ മരങ്ങൾ, തേക്കിൻ്റെ മരങ്ങൾ അങ്ങനെ തന്നെ വെട്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പഴക്കം നമ്മൾ ആ മരത്തിൻ്റെ ഒരുകൂടി തോന്നിപ്പിക്കുന്ന രീതിയല്ല. കാരണം ഒരിക്കലും ഇത്രയും വർഷം പഴക്കമുള്ള ഒരു മരമാണ് അവിടെ വെട്ടി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും അതിനൊരു കേടുപാട് പോലും പറ്റാതെ ആ മരം ഇപ്പോഴും അവിടെ തന്നെ മുഴുവൻ അത് കാതലായിട്ട് തന്നെ. പിന്നെ ഓരോ തേക്കിൽ തന്നെ പല ഇനം തേക്കുണ്ട്. ആ തേക്കിനെ പറ്റിയിട്ടൊക്കെ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി നമുക്കതൊക്കെ നോക്കി കാണാൻ വേണ്ടിയിട്ട്, വിശദമായിട്ട് നോക്കി കാണാം. സ്റ്റെപ്പ് കയറി 2ാമത്തെ നിലയിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ തേക്കിൻ തടിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ തേക്കിൻ്റെ തോട്ടങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ, അതിനെയൊക്കെ പിന്നെ ഒരുപാട് പഴയ സാധനങ്ങൾ, പഴയ തേക്കിനെ കൊണ്ട് തന്നെ ചെയ്ത ഒരുപാട് അലങ്കാര വസ്തുക്കൾ അതിൻ്റെ അകത്ത് ഷെൽഫിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാം തേക്കിൻ്റെ മാത്രമല്ല, മരത്തിൻ്റെ ഒരുപാട് തരം മരത്തിൻ്റെതായിട്ടുണ്ട്. പിന്നെ പുരാതനമായിട്ട് ഉപയോഗിക്കുന്ന നമുക്ക് ഇതിനൊക്കെ വർക്ക് ചെയ്യുന്ന പ്രാചീന തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആയുധങ്ങൾ, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കെന്തായാലും വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികൾക്കത്